ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 26-27 തിരുവചനങ്ങൾ. അവൻ ചോദിച്ചു, നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു? നീ എന്തു വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. ഒരു നിയമജ്ഞൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമായി യേശു തിരിച്ചവനോട് ചോദിക്കുന്ന ഒരു മറുചോദ്യം, നിത്യജീവൻ അവകാശമാക്കുവാൻ നാം എന്തു ചെയ്യണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ആ നിയമജ്ഞനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന യേശു ചോദിക്കുകയാണ്, നിൻ്റെ അറിവിൽ നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന്. മോശയുടെ ന്യായപ്രമാണത്തിൽ നിപുണനായ ആ നിയമജ്ഞൻ ചിന്തിക്കുന്നത് എന്താണെന്ന് അവനെക്കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന യേശു. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ ദൈവമായ കർത്താവ് സകല ജനങ്ങളോടുമായി മോശയിലൂടെ അറിയിക്കുന്ന ദൈവകൽപ്പന, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. തുടർന്ന് ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ തിരുവചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. ഇന്ന് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ വളരെ സന്തോഷത്തോടെ തീക്ഷ്ണമായി ഈ ആഗ്രഹം ഉണ്ടോ? നമുക്ക് നമ്മുടെ മക്കളെ, നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ പ്രവൃത്തികളിലൂടെ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണം എന്ന് കാണിച്ചു കൊടുക്കുവാൻ നാം ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ? സാധിക്കണം. അതാണ് നാം ഓരോരുത്തരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. തുടർന്ന് നിയമജ്ഞൻ ലേവ്യ പുസ്തകം 19-ാം അധ്യായം 18-ാമത്തെ ദൈവവചനവും കൂടി നമുക്കായി പറഞ്ഞു തരികയാണ്. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന ആ വചനത്തിൻ്റെ അവസാനം നാം ഓരോരുത്തരെയും ഞാനാണ് കർത്താവ് എന്ന് ദൈവം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മിൽ കർത്തൃത്വം നടത്തുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ അനുദിനം നയിക്കുന്ന, നാം അനുസരിക്കേണ്ട നമ്മുടെ സൃഷ്ടാവായ ദൈവം. ആ ദൈവത്തിൻ്റെ ഈ 2 സുപ്രധാന കൽപ്പനകൾ പാലിക്കുവാനും അതിലൂടെ നാം ഇനിയും കാണാത്ത, നമ്മുടെ കുഞ്ഞു ബുദ്ധിക്ക് ഇനിയും പൂർണ്ണമായും മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും സാധിക്കാത്ത നിത്യജീവൻ എന്ന യാഥാർത്ഥ്യം നമുക്ക് അന്യമാകാതിരിക്കാൻ നമ്മുടെ പാപം, നമ്മുടെ സ്വാർത്ഥത നിറഞ്ഞ ജീവിതം നമ്മെ ദൈവത്തിൽ നിന്നും നമ്മുടെ അയൽക്കാരിൽ നിന്നും അകറ്റാതെ പശ്ചാത്താപമുള്ള ദൈവത്തോടുള്ള നല്ല ബന്ധത്തിൽ നമ്മിൽ നിന്നും പുറപ്പെടുന്ന, നമ്മിൽ നങ്കുരമിടുന്ന പരിശുദ്ധാത്മ ഫലമായ സ്നേഹം മറ്റുള്ളവരിലേക്ക് ധാരാളം ഒഴുക്കുവാൻ സാധിക്കുന്ന സഹോദരി സഹോദരങ്ങളെയും അയൽക്കാരെയും അകമഴിഞ്ഞ് സ്നേഹിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായി ജീവിക്കുവാൻ നമുക്ക് വേണ്ട കൃപ ദൈവത്തിൽ നിന്നും ലഭിക്കുവാൻ ജീവിതകാലം മുഴുവൻ നമ്മുടെ എല്ലാ ശക്തിയോടും പൂർണ്ണ മനസ്സോടും ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.